ഹായ് കൂട്ടുകാരേ, എല്ലാവരും എന്ത് പറയണു? സുഖല്ലേ? അതെ, ഇന്ന് നമുക്കൊരു ചക്കട ഉണ്ടാക്കി നോക്കിയാലോ. കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം അതൊന്ന് നന്നാക്കിയിട്ട് അത് പുഴുങ്ങിയുണ്ട്. കുറച്ച് ബെല്ലം അങ്ങോട്ട് ഇട്ടിട്ട് ലേശം ഒരു 3-4 ബെല്ലച്ചിട്ടിട്ട് ചക്ക അങ്ങോട്ട് പുഴുങ്ങി. പഴച്ചക്കയാണ് കേട്ടാ. അത് നല്ലോണം അങ്ങോട്ട് പുഴുങ്ങിയിട്ട് നമ്മൾ കുറച്ച് നാളികേരം കുറച്ച് വെല്ലത്തിൻ്റെ പാനിയിൽ അങ്ങോട്ട് ഇട്ട് റെഡിയാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഞാനിട്ടിട്ടില്ല. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടില്ല, അതാണല്ലോ നമ്മുടെ കയ്യിൽ. മുന്തിരിയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേ ഒരു ലേശം ഏലക്കായും ചുക്കും പഞ്ചസാര ഇട്ട് പൊടിച്ചത് കൂടി ഇരുന്ന് കൊടുത്തു നമ്മളെ. അപ്പോൾ അതും ഇട്ട് നമ്മുടെ ചക്കടയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സാണ് ശരിയാക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോതമ്പ് പൊടിയും എടുത്തേക്കണം കേട്ടാ. ആ ഗോതമ്പ് പൊടി എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ ചക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ ബെല്ലത്തിട്ടിട്ട്, ആ ചക്ക പുഴുങ്ങിയത് അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നല്ലോണം കുഴച്ചെടുത്തിട്ട് നിങ്ങളൊക്കെ ചെയ്യുന്ന പണീനിത്. ഞാൻ ഈ പൊന്നുനിത് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്ന് മാത്രം. അപ്പോൾ അത് നല്ലോണം നമ്മുടെ കൈകൊണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് വാഴയില അങ്ങോട്ട് പരത്ത വാഴയില കിട്ടാനൊന്നും ഇല്ല ഇവിടെ, ഒന്നും ഇല്ലല്ലോ. അത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയത് ചെറിയ ഇലയാണ്. അപ്പോൾ ആ വാഴയില അങ്ങോട്ട് പരത്തിയിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ അങ്ങോട്ട് വെച്ചിട്ട് വേവിച്ചു. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ നമുക്കും നേരമില്ല, പിള്ളേർക്കൊന്നും. എനിക്ക് ഈ പണി തിരക്കല്ലേ. അപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടിയിട്ട് ഒന്ന് കാണിച്ചു തരണമെന്ന് മാത്രം. അപ്പോൾ അതായത് നമ്മുടെ ഇലയുടെ ഭംഗി ഉണ്ടില്ലേ, ചെറിയ ഇലയായിരുന്നു. അപ്പോൾ ആ ഇലയില അങ്ങോട്ട് ഇട്ട് നമ്മൾ പരത്തിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ്സും വെച്ച് നമ്മൾ വേവിക്കുന്നു. ആവിമ വേവിച്ച് അങ്ങനെ നമ്മുടെ ചക്കടേനെ അങ്ങോട്ട് ശരിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കടേനെയും ഒക്കെ ഇഷ്ടമായിങ്ങ, എന്നെ ഇഷ്ടമായിങ്ങ, എൻ്റെ ഈ കുഞ്ഞു വീഡിയോനൊക്കെ ഇഷ്ടമായിങ്ങ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് നമ്മളെ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് നിർത്തുക തന്നെ കേട്ടാ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ. ടാറ്റാ, ബൈ ബൈ.